അങ്ങോട്ട് പോരട്ടങ്ങട്. ചെക്കൻ കാണുന്നുണ്ടോ എൻ്റെ ലൈവ്? എല്ലാരും പോവണു കുറിഞ്ചുമൂലി. ആരാടാ എൻ്റെ വയറ്റിൽ ഉമ്മ വെക്കണ തെണ്ടി? ആരാടാ എൻ്റെ വയറ്റിൽ ഉമ്മ വെച്ചത്? ഹണിമൂൺ? എനിക്ക് ഹണിമൂൺ പോവാനില്ല. എനിക്ക് 5 കെട്ടിയവന്മാരുണ്ട് ഈ ടിക്ടോക്കിൽ. ഞങ്ങളും പോടി ഹണിമൂണ്. എന്താ ചോദിച്ചാൽ എനിക്ക് ഹണിമൂണില്ലെന്നാ. ഷാർജ പോവും, അബുദാബി പോവും, അലയും പോവും, ഫുജേറ പോവും, എല്ലായിടത്തും ഒരേ ഹണിമൂണിന് ഞാൻ പോകും. എനിക്ക് എന്നും ഹണിമൂണാ. ലൈവിൽ ആള് കൂടി അത് ഇത് കണ്ടിട്ട് മുഞ്ചത്തിരി ഇത് കണ്ട് നീയും ഞാനും ദുബായ് വന്നിട്ട് പോകും. എന്നെ കൂട്ടോ. എനിക്ക് കെട്ടിയവന്മാർ കൂടുതലായി പോയി. കോലത്ത് തമ്പുരാട്ടിയ. എടി ഞാൻ ഓണത്തിന് ഡ്രസ്സ് ഇട്ട് ഒരു പണ്ടത്തൊക്കെ നാട്ടും പ്രദേശത്തൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ അതേപോലത്തെ ലുക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ. ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ. അല്ലാഹുവേ ആരാണ്ടൊക്കെ എന്നെ ബെല്ലി വിളിച്ച്. മൊഞ്ചത്തിയെ നേരിൽ കാണാൻ എങ്ങനെയാന്ന്? നേരിൽ കാണാൻ ഇതിങ്ങനെ നേരിട്ട് കാണാൻ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. മൊഞ്ചത്തി ഇപ്പോൾ ഗ്ലാമർ കൂടിയോ? യെസ്. സന്തോഷം കൂടുമ്പോൾ ഗ്ലാമർ കൂടും, ടെൻഷൻ കൂടുമ്പോൾ ഗ്ലാമർ പോകും. നേരിൽ കാണാൻ എന്ത് ചെയ്യണമെന്ന്? എന്നെ കാണണോ? നേരിൽ കാണാൻ എന്താ ചെയ്യണ്ടേ? എൻ്റെ അടുത്ത് വരണം. എന്താടാ ചിരിക്കണേ? എൻ്റെ സാരി ഞാൻ ഉണക്കണേണ്. ഞാൻ നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? ഞാനൊരു ഉമ്മ തരട്ടെ നിങ്ങൾക്ക് ഓണത്തിൻ്റെ? എല്ലാവരും ക്യൂ ആയിട്ട് നിങ്ങൾക്ക് ഒരേ ഉമ്മ തരാം ഞാൻ. സിനിമയിൽ അഭിനയിച്ചുകൂടിയെന്ന്. സിനിമയിൽ ജയറാമിൻ്റെ നായികയായിട്ട് വിളിച്ചതാണ്. പക്ഷേ ഞാൻ മമ്മൂട്ടിയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കാൻ വേണ്ടി വേറെ സിനിമയിൽ ബുക്കിംഗ് ചെയ്തു പോയി. അത് കാരണം ജയറാമിൻ്റെ സിനിമ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് ജയറാം. ആരാടാ കാല് കാണിച്ചെന്ന്? അനക്ക് എന്തൊക്കെ കാണണം? കാല് കാണണം, തുള കാണണം, വയറിൻ്റെ തുള കാണണം, സാരി കയറ്റിടും മുഞ്ചിത്തിന്ന്. ഒരു 500 ദിർഹം അക്കൗണ്ടിൽ ഇട്ടതായ ഏഞ്ചൽ. ഒരു അക്കൗണ്ടിൽ എൻ്റെ 500 ദിർഹം ഇടും. ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റുമോ? നീ സാരി ഞാൻ എങ്ങനെ ഇടണം? ഇങ്ങള് പറ 500 ദിർഹം ഇട്ടിട്ട് കയറ്റിയിടാ, ഇറക്കിയിടാം. അക്കൗണ്ട് നമ്പർ എപ്പോൾ തരും? മഷരീഖ് വേണോ, ADCB വേണോ, എമിറേറ്റ്സ് MBD അത് വേണോ? എല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിന്റെ വയറ് കാണിച്ചു പൊട്ടിക്കും വരട്ടേന്നാ? എന്താ നിന്റെ വയറ് കടിച്ചു പൊട്ടിക്കാൻ വരട്ടേന്ന്? അതിൻ്റെ എത്ര പല്ലുണ്ടെന്നൊന്ന് എണ്ണിക്ക്. അതിൻ്റെ പല്ലൊന്ന് എണ്ണിക്ക്. എല്ലാം നിരപ്പനെ അടിച്ചു പൊളിച്ച് കൈ തരും. എന്നെ കടിച്ച എൻ്റെ ശരീരം വേദനിച്ചല്ലേ? ഒരുത്തന്നെ ഇന്ന് അടി കിട്ടിയുള്ളൂ മുതുകിന്. ഇന്ന് വെളുപ്പാങ്കാലത്ത് ഒരു കടി മുതുകിനിട്ട് നല്ല ഫുഡത്ത് ഞാൻ പൊള്ളിപ്പോയവൻ്റെ. അഡ്രസ്സ് തന്നില്ല ഡിയർന്ന്. അതിന് ഞാൻ നിങ്ങൾ വിളിച്ചില്ലല്ലോ. മൊഞ്ചത്തി മുത്തേ സുഖാണോ? യെസ്. നിങ്ങൾക്ക് പൊക്കിള് കാണാൻ വേണ്ടി ഇത്രയും പേര് സാരി ഉടുത്ത് കഴിഞ്ഞപ്പോൾ എന്താണ് എൻ്റെ പൊക്കിളിൻ്റെ ഇത്ര ആരാധകരോ? എൻ്റെ വയറിൻ്റെ പെട്ടെന്ന് ഞാൻ കാണിക്കും, കണ്ടോളണം. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് മായാവിനെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റും. ഒരു മിന്നാമിന്നി പോലെ കാണാൻ പറ്റും. നിങ്ങൾക്കൊരു ആശ്വാസം. സ്പീഡ് കൂട്ടിക്കോട്ടോ, സ്പീഡ് കൂട്ടിക്കോളേ കേട്ടല്ല. കൂട്ടിയാ വയ്യ. അയ്യോ ഇനി പോയിക്കോ. ഇനി വേറെ ലൈവ് പിടിച്ചോ എല്ലാവരും. ചെല്ലി ഇവിടെ സമയം സ്പെൻഡ് ആക്കണ്ട. കണ്ടഴിഞ്ഞില്ലേ? പോ. എന്താ സന്തോഷം? തല ചുറ്റി ചാടണ ചിലവര് സന്തോഷം കൊണ്ടേ. എൻ്റെ വയറ് വെണ്ണ വയറാണ്, വെണ്ണക്കൂടം പോലത്തെ വയറാണ്.
കണ്ടോ, വെണ്ണക്കൂടം പോലത്തെ അഴുക് മേനിയാണ്. ഞാനിപ്പോൾ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോളൂ, മലബാർ പരസ്യത്തിന്. മാം യു തമിഴ് இல்லப்பா, நான் கேரளா. நீங்கள் தமிழ் பேசுங்க, நான் தமிழில் பேசுகிறேன். എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം? ഹായ് മൊഞ്ചത്തി. എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ രാത്രി വരാൻ പറ്റുമോ? രാത്രി വരാൻ പറ്റുമോ? മൊഞ്ചത്തി അജുമാൻ്റെ ലൈവിൽ ഇപ്പോൾ കാണാറില്ല. ഞാൻ വർക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് 7:30 കഴിയും. ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായ കാരണം ഞാൻ ഇന്ന് പറ്റിയില്ല. രാത്രി വരാൻ പറ്റിയ വായോ. രാത്രി 11 മണി തൊട്ടിട്ട് രാവിലെ വെളുപ്പാങ്കാലം 4 മണി വരെയൊക്കെ ഞാൻ ഫ്രീ ആണ്. മിനിമം 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ എടുക്കണം. 1.5 മണിക്കൂർ നമുക്ക് സൊള്ളിക്കൊണ്ടിരിക്കാം, നല്ലോണം എൻജോയ് ചെയ്ത് സൊള്ളിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക്